മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ ഡ്രാമ OTT വന്നിട്ടുണ്ട്. രണ്ടാം യാമം. ഈ കൾട്ട് യക്ഷിപ്പടമില്ലേ, മലയാളത്തിലെ കൾട്ട് യക്ഷിപ്പടം യക്ഷിയും ഞാനും. അതിലത്തെ ഹീറോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പടോട്ടാ. ഓ, അതിൽ മേഘ്ന രാജൊക്കെ എന്നാ കിടുവായിരുന്നു. പിന്നെ നമ്മുടെ സ്വാസിക, ഇവരൊക്കെ അഭിനയിച്ച പടമാണ് രണ്ടാം യാമം. സോ ഇങ്ങനെയൊക്കെ പടം എടുക്കണേക്കാളും നിങ്ങൾക്ക് ഒരു യക്ഷിയും ഞാനും തന്നെ എടുത്തു വെക്കായിരുന്നു. ഞാൻ അതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ബൈ ദ ബൈ, മനോരമ മാക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു OTT വേർഷൻ ആണ് മനോരമ മാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം രണ്ടുപേർക്കും ബോംബ് മാത്രം മതി. സോ രണ്ടാം യാമം എന്നൊക്കെ കേട്ടപ്പോ ഞാനൊരു പ്രേത സിനിമ എന്നാ വിചാരിച്ചു. നമ്മൾ പറയൂലേ, രാത്രിയുടെ രണ്ടാം യാമത്തിൽ അവൾ വന്നു. അപ്പൊ ഞാനിത് യക്ഷിപ്പടമാണ്, ഹൊറർ പടമാണ് പറഞ്ഞാണ് കണ്ടത്. ഇല്ലെങ്കിൽ മനോരമ മാക്സിന്റെ പടം എന്റെ പട്ടി കാണും. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഭ്രമയുഗം മോഡാണ് പിടിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവമൊക്കെ. സിനിമ എന്നാണോ പറഞ്ഞത്? നോ, ഇറ്റ്സ് ആക്ച്വലി എ സീരിയൽ. സീരിയൽ എന്ന് പറയുന്നതാണ് കറക്റ്റ്. പണ്ട് സൂര്യ ടിവിയിലെ രക്തരക്ഷസ് സീരിയൽ ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെയാണ് സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് രസം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയാം. അപ്പൊ ഒരു ഇല്ലമുണ്ട്. ആ ഇല്ലത്ത് വലിയൊരു നമ്പൂതിരി ഉണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കഴിവുള്ള നമ്പൂതിരി. സുനാമിയൊക്കെ എപ്പോൾ ഉണ്ടാവുന്നൊക്കെ അങ്ങേര് പ്രെഡിക്ട് ചെയ്യും. സോ ഇങ്ങേരുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവിക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ കവടി നിരത്തി നോക്കിയിട്ട് ഇന്ന സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണു ഉണ്ണി നമ്മുടെ ഇല്ലത്തിന്റെ യശസ് അങ്ങോട്ട് കൂട്ടാൻ അങ്ങോട്ട് പോണു എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്താണ് ട്വിൻസ് ജനിക്കുക. ട്വിൻസ് ജനിക്കുന്ന സമയത്ത് ഐഡന്റിക്കൽ ട്വിൻസ് അല്ല, ജനിക്കുന്ന സമയത്ത് മറ്റാള് ഇല്ലം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചത് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാറ്റ്, സുനാമി, ഫ്ലഡ് അങ്ങനെ കുറെ സാധനം കാണിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഒരാൾ വന്നിട്ട് ഒരു ദൈവത്തിന്റെ സൈഡിലുള്ള ഒരാള്, മറ്റാൾ വന്നിട്ട് ഒരു ഈവിൾ സൈഡ്, ആൻഡ് സംഭവം കിടുവായിരിക്കും എന്ന് വിചാരിച്ചു. എങ്ങനെയോ എടുത്ത് വെച്ചോട്ടെ, നല്ല രസവും ഉണ്ടാവും വിചാരിച്ചു. കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അത്യാവശ്യം രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ വെച്ചിട്ടാണ് ഈ സിനിമ തൊലഞ്ഞത് വെച്ചാൽ, വാട്ട് എ ബ്യൂട്ടിഫുൾ പോയറ്റിക് വില്ലേജ് വന്നിട്ട് സ്വാസിക ചേച്ചി കയറി വരുന്നുണ്ട്. സോ നമ്മുടെ ജയറാമിന്റെ ലക്കി ചാം ഡയറക്ടർ രാജസേനാണ് ഇതില് സ്വാസികയുടെ അച്ഛൻ. രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. സോ ഈ സിനിമയിലെ കൾട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് സ്വാസികയെ പാമ്പ് കടിക്കുന്ന ഇതാണ്. സോ സ്വാസിക ട്രിവാൻഡ്രത്ത് ഇരിക്കുന്നു. കാസർഗോഡ് തന്നെ സ്വാസിക പാമ്പിനെ കാണുന്നു. എന്നിട്ടും സ്വാസിക പാമ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പാമ്പ് വരുമ്പോ പാമ്പിന്റെ ഫ്രണ്ടിക്ക് വീണ് കൊടുക്കുന്നു. പാമ്പെ ഇന്ന് അവിടെ കടിച്ചോ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. കിടു, ഇതൊക്കെ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാ. ആൻഡ് ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഓഫ് വൺ കിടു. എനിക്ക് തോന്നുന്നു അവതാറിൽ പോലും ഇത്രയും കിടു ഗ്രാഫിക്സ് ഉണ്ടാവുന്നത്. കൊച്ചു ടിവിക്കാർ അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ ഇന്നത്തെ കാലത്ത് ഇതിനേക്കാളും കിടു പരിപാടി ചെയ്തു വെക്കും. ആ ബോധം പോലും ഇതിന്റെ ഡയറക്ടർക്ക് ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. യക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്വാസിക വന്നതിന് ശേഷം പടം ക്രിഞ്ച് സാധനമാണ്. ഇതിൽ ഗാന്ധർവ പൂജ, അതേപോലെ തന്നെ താന്ത്രിക വിദ്യ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഊച്ചാളി റൊമാൻസും, ആൻഡ് അറ്റ് ദ എൻഡ് ചേച്ചി ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ, മറ്റേ അമൽ നീരദിന്റെ പടത്തിൽ പറയുന്ന ആ രീതിയിൽ സ്ത്രീ ശാക്തീകരണം പോലെയൊക്കെ ആക്കിയിട്ട് കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഞാനൊരു ലാലേട്ടന്റെ ശ്രീകൃഷ്ണ പരുന്ത് പോലെ പോവും. കാരണം ഇവര് മറ്റേ വരാഹത്തെ പൂജിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ മറ്റേ അഥർവം പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ഒരു പടമില്ല, അങ്ങനത്തെ ഒരു പടം. ഇവൻ താന്ത്രിക വിദ്യയും വേദങ്ങളെ പറ്റിയിട്ട് 5-ാം വേദം സീരീസ് തമിഴിൽ ഇറങ്ങിയിട്ട് അത് റെഫറൻസ് ആയി എടുത്തു വെച്ചിട്ട് പണ്ണായിരുന്നില്ലേ, കിടു സാധനമൊക്കെ ഇരുന്ന് പണ്ണ. അതിന് പകരം എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് അവസാനം ഒരു ഊച്ചാളിപ്പടം. സീരിയസ്ലി പറയാണ്, പറയുമ്പോൾ ലോ ബഡ്ജറ്റിൽ എടുത്ത പടമായിരിക്കും. ആൻഡ് ഐ ഡോണ്ട് കെയർ. ഞാൻ ഈ മനോരമ മാക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുമ്പോൾ അതിൽ ലോ ബഡ്ജറ്റ് പടമാണ്, ഇത്രയും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. രണ്ടാം യാമെന്ന് പേരിട്ടിട്ട് മനുഷ്യൻ ഒരു ഹൊറർ പടം കാണാൻ ഇരുന്നിട്ട് മിണ്ടാണ്ട റൊണാൾഡോ ചിത്രം പറഞ്ഞിട്ട് ആമസോൺ പ്രൈമിൽ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ മതിയായിരുന്നു. കഴപ്പ് അല്ലാതെ എന്താ പറയാ. സോ വേണ്ടവർ കണ്ടു നോക്കുക.